നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു വിജയ് സംഗീത വിവാഹമോചനവും നടി തൃഷയുമായുള്ള ബന്ധവും. തൃഷയുമായി വിജയ് പ്രണയത്തിലാണെന്നും ഇരുവരും ഒന്നിച്ചു താമസിക്കുന്നു എന്നുമൊക്കെയാണ് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തൃഷയുടെ സാന്നിധ്യവും വലിയ തോതിൽ ചർച്ചയായിരുന്നു. പിന്നീട് ഇരുവരും ഒന്നിച്ച് പൊതു ഇടങ്ങളിൽ എത്തിയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. എന്നാൽ ഇപ്പോൾ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചതോടെ വീണ്ടും തൃഷ വിജയ് ബന്ധം സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചയാവുകയാണ്. സംഗീത പിന്മാറിയതോടെ വിവാഹമോചനത്തിൽ നിന്ന് തൃഷയുമായുള്ള വിജയുടെ ബന്ധത്തിനും അവസാനിച്ചുവെന്നും തൃഷ ഇനി എന്ത് ചെയ്യുമെന്നുമാണ് പലരുടെയും ചോദ്യം. കാരണം തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് ചർച്ചയാവുന്ന വിധം പല പോസ്റ്റുകളും അടിക്കടി അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. 2 ദിവസത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുകയായിരുന്ന തൃഷ കൃഷ്ണൻ ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ പങ്കുവെച്ചുകൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ കുറുക്കിക്കൊള്ളുന്ന ഒരു ക്യാപ്ഷനും നടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാരെ ഉദ്ദേശിച്ചാണ്, എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളായിരുന്നു തൃഷ ബ്രേക്കിന് ശേഷം ആദ്യം പങ്കുവെച്ചത്. അതിനുശേഷം 98ാം പിറന്നാൾ ആഘോഷിക്കുന്ന മുത്തശ്ശിക്കൊപ്പമുള്ള ചിത്രങ്ങളും സന്തോഷങ്ങളുമൊക്കെ തൃഷ പങ്കുവെച്ചിരുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിതം ആസ്വദിക്കുകയാണെന്ന് തൃഷ ആരാധകരെ അറിയിച്ചു. അതിനിടയിലാണ് കുറുക്കിക്കൊള്ളുന്ന ഒരു കോട്ടുമായി തൃഷ കൃഷ്ണൻ എത്തിയത്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നതൊക്കെ നാണക്കേടല്ലേ, പോയി പണിയെടുത്ത് കാശുണ്ടാക്കി സമാധാനം കണ്ടെത്തൂ എന്നാണ് തൃഷ കൃഷ്ണൻ പറയുന്നത്. അതിൽ ഈ പ്രായത്തിലെ ഡ്രാമ എന്ന വാക്കിനെ ഹൈലൈറ്റ് ചെയ്തതായും കാണാം. പ്രായത്തെ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയ കമന്റുകളെ അല്ല ഉദ്ദേശിച്ചത്, വ്യക്തമായി ഒരാളെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയതാണെന്നാണ് പാപ്പരാസികളുടെ വിലയിരുത്തലുകൾ. എന്തായാലും തൃഷ കൃഷ്ണൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് തമിഴ്നാട് സിനിമാ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയാവുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. അതേസമയം വിജയുടെ ഭാര്യ സംഗീതയും മക്കൾ ജെയ്സൺ സഞ്ജയും ദിവ്യ സാഷയും ലൈംലൈറ്റിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്നവരാണ്. എന്നാൽ കുടുംബ പ്രശ്നങ്ങളും വിവാഹമോചന കേസും അടക്കമുള്ള കാര്യങ്ങളാണ് വിജയുടെ കുടുംബത്തെ വാർത്തകളിൽ നിറയ്ക്കുന്നത്. ഈ ബഹളങ്ങൾക്കെല്ലാം ഇടയിൽ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. വിവാഹമോചന കേസ് വന്നതോടെ ജെയ്സൺ അമ്മ സംഗീതയ്ക്കൊപ്പമാണ്. വിവാദ വിഷയങ്ങളിലൊന്നും ജെയ്സൺ ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിഹിത ആരോപണമടക്കം നേരിടുന്ന വിജയെ തള്ളിപ്പറയാനും ജെയ്സൺ തയ്യാറായിട്ടില്ല. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ച് ജെയ്സൺ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. സിനിമാകാരനാകണം എന്നുള്ള ആഗ്രഹത്തെ ആദ്യം പിന്തുണച്ച് അച്ഛനാണെന്ന് ജെയ്സൺ പറയുന്നു. ചെറുപ്പം മുതലേ തനിക്ക് സിനിമയിൽ തന്നെ ആയിരുന്നു താല്പര്യം. വളരെ ചെറുപ്പത്തിലെ അച്ഛനൊപ്പം സിനിമാ സെറ്റുകളിൽ പോകാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ തൊഴിൽ എന്ന രീതിയിൽ സാധാരണമായി തന്നെ സിനിമയെ നോക്കിക്കാണാൻ ചെറുപ്പത്തിലേ സാധിച്ചിട്ടുണ്ട്. വിദേശത്ത് പോകണമെന്നും സിനിമ പഠിക്കണമെന്നും പറഞ്ഞപ്പോൾ അച്ഛൻ എതിർത്തില്ല. ആദ്യം പച്ചക്കൊടി കാണിച്ചത് അച്ഛനായിരുന്നു. കാരണം അദ്ദേഹം ഈ മേഖലയിൽ വർഷങ്ങളായുള്ള ആളാണ്. അമ്മയ്ക്കും സഹോദരിക്കും മുൻപേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് അച്ഛൻ തന്നെയായിരുന്നു. ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനും അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. അതിലൂടെ സ്വന്തം താല്പര്യം എന്താണെന്ന് കണ്ടെത്താനും സിനിമ തന്നെയാണോ തൻ്റെ വഴിയെന്ന് തിരിച്ചറിയാനും സാധിക്കുമെന്നാണ് അച്ഛൻ ചിന്തിച്ചത്. അച്ഛൻ പറഞ്ഞു, നീ പോയി കോഴ്സ് ചെയ്യൂ, അപ്പോഴാണ് നിനക്ക് എന്താണ് ഇഷ്ടമെന്നും എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ഈ തൊഴിൽ നിനക്ക് ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് നിന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ വലിയ പിന്തുണയാണ് നൽകിയതെന്നും ജെയ്സൺ പറഞ്ഞിരുന്നു. 2009 വിജയ് നായകനായ വേട്ടക്കാരൻ എന്ന ചിത്രത്തിൽ ജെയ്സൺ ഏതാനും മിനിറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണിത് ചെയ്തതെന്നും ഇപ്പോൾ നോക്കുമ്പോൾ താൻ എന്തിനാണത് ചെയ്തത് എന്ന് തോന്നാറുണ്ടെന്നും ജെയ്സൺ പറഞ്ഞിരുന്നു. അതേസമയം വിജയ് തൃഷയെ ചതിച്ചുവെന്നും ഇത്ര വർഷം തൃഷ വിജയ്ക്കായി കാത്തിരുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട്. തൃഷ ഇനി എന്തു ചെയ്യുമെന്നാണ് ആരാധകരിൽ അധികവും ചോദിക്കുന്നത്. അണ്ണി വിഷമിക്കേണ്ട, അണ്ണിക്ക് ഞങ്ങളുണ്ടെന്നും കമന്റുകൾ നീളുന്നുണ്ട്. തൃഷയെ ട്രോളിയും പിന്തുണച്ചുമൊക്കെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. സംഗീത വിവാഹമോചന കേസ് പിൻവലിച്ചു എന്ന വാർത്ത വന്നതോടെ ഏറെ നാളായി തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വൻ ചർച്ചയായിരുന്ന കേസിന് തൽക്കാലം വിരാമമായി. എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ തമിഴ്നടി തൃഷ കൃഷ്ണന്റെ പഴയ
സമൂഹമാധ്യമ പോസ്റ്റുകൾ വീണ്ടും ഇന്റർനെറ്റിലും വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൃഷയുടെ ജൂലൈ മാസത്തെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും വൈറലായിരുന്നു. ഡാർക്ക് ബ്രൗൺ വസ്ത്രം ധരിച്ച ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആകുലപ്പെടാതെ ഇരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് തൃഷ കുറിച്ചിരുന്നു. ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത്. കൂടാതെ ജൂണിൽ വിജയുടെ ജന്മദിനത്തിൽ തൃഷ പങ്കുവച്ച ആശംസ പോസ്റ്റും ചിത്രങ്ങളും ആരാധകർ വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. കേസ് പിൻവലിച്ചെങ്കിലും വിജയും സംഗീതയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത നിയമപരമായി നീങ്ങാതെ കേസ് പിൻവലിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഗീത വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രിയാകുമെന്നോ കരുതി കാണില്ല എന്നും എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സുമാറി സംഗീത തിരികെ വന്നതാകുമെന്നും കുറിച്ചവരുണ്ട്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇപ്പോൾ മുഖ്യനല്ലേ? മുഖ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? കേസ് പിൻവലിക്കുന്നത് ജോയിന്റ് പെറ്റീഷൻ രണ്ടുപേരും ചേർന്ന് നൽകുന്നതിന് ആയിക്കൂടെ? എങ്കിൽ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരില്ല. ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് വേർപിരിയുന്നു എന്ന് മാത്രമേ അപേക്ഷയിൽ നൽകേണ്ടതുള്ളൂ. പരസ്പരം ചെളിവാരി എറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയും ആകാം. വിജയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പദവി കിട്ടിയപ്പോൾ ഭാര്യയ്ക്കും പോവേണ്ട എന്നായി, പേര് മാറ്റിയ മകനും പോകണ്ട എന്നിങ്ങനെയും കമന്റുകളുണ്ട്. സംഗീതമായി പുറത്തുവെച്ച് സെറ്റിൽമെന്റ് നടത്താൻ വിജയ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലണ്ടനിൽ നിന്നും വീഡിയോ കോൾ വഴിയാണ് സംഗീത കോടതിയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ചത്. എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലൊന്നും വിജയ് എവിടെയും പ്രതികരിച്ചിട്ടില്ല. തനിക്ക് ചുറ്റും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും താൻ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ ശേഷം സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രമായി വിജയുടെ ശ്രദ്ധ. വിജയ് മുൻപ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും വീണ്ടും വൈറലാകുന്നുണ്ട്. താനൊരു ശാന്തപ്രകൃതക്കാരനാണെങ്കിലും സൈലന്റ് നേച്ചറിൽ ഇരുന്ന തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാറുണ്ടെന്നും വിജയ് പറഞ്ഞിരുന്നു. ശാന്ത സ്വഭാവത്തോടെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ലാഭമെന്ന് അവതാരക ചോദിച്ചപ്പോഴായിരുന്നു നടന്റെ മറുപടി. എന്താണ് ലാഭമെന്ന് എനിക്ക് ശരിക്കറിയില്ല, പക്ഷേ ശാന്തമായി ഇരുന്നു കൊണ്ട് നിരവധി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമായി ഞാൻ സമാധാനപ്രിയനും ശാന്തനുമായി ഇരിക്കുന്നതല്ല. എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. സൈലൻ്റായിരുന്ന കാര്യങ്ങൾ സാധിക്കാൻ എനിക്ക് കഴിയാറുണ്ട്. ചിലപ്പോൾ സാധിച്ചെടുക്കാൻ അല്പം കാലതാമസം എടുക്കും. എന്നിരുന്നാലും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിയും. ഞാൻ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. അതാണ് എൻ്റെ ബലവും ബലഹീനതയും. ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വിശ്വാസം മൂലം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല. ഞാൻ വിശ്വസിച്ച ആളുകൾ കാലുവാരുന്നതാണ്. എൻ്റെ അപ്പ എന്നെ സുഹൃത്തിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണെന്നാണ് നടൻ പറഞ്ഞത്. വിജയുടെ പഴയ അഭിമുഖം വൈറലായതോടെ ഇത് തന്നെയാണോ ഭാര്യ സംഗീതയിലും പരീക്ഷിച്ചത് എന്നാണ് കമന്റ് ബോക്സിൽ ഉയരുന്ന ചോദ്യം. വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴായിരുന്നു സംഗീത ചെങ്കൽപ്പേട്ട് കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. മറ്റൊരു സ്ത്രീയുമായി വിജയ്ക്ക് അടുപ്പമുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതായിരുന്നു ഹർജി. കോടതി 3 തവണ കേസ് പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീതയാണ് കുടുംബ കോടതിയെ സമീപിച്ചത്. 2021 മുതൽ വിജയ്ക്കൊരു നടിയുമായി ബന്ധമുണ്ടെന്നും അതിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞിട്ടും തുടരുകയാണെന്നും വിവാഹമോചന ഹർജിയിൽ ആരോപിച്ചിരുന്നു. വിജയ്ക്കൊപ്പമുള്ള പല ചിത്രങ്ങൾ പുറത്തു വന്നതും മുഖ്യമന്ത്രിയുമായുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയതും തൃഷയാണ് ആ നടിയെന്ന പ്രചാരണത്തിന് ശക്തിയേകുകയായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.